ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക ഈ മൂന്ന് രാജ്യങ്ങളിൽ ഏറ്റവും ശക്തമായ രാജ്യം ഏതാണ്? ഏത് രാജ്യത്തിനാണ് ഏറ്റവും ശക്തമായ മിസൈലുകളുള്ളത്? ആർക്കാണ് ലോകത്തിലെ ഏറ്റവും മികച്ച ഡിഫൻസ് സിസ്റ്റം ഉള്ളത്? ഈ മൂന്ന് രാജ്യങ്ങളിൽ യഥാർത്ഥത്തിൽ ഏത് രാജ്യമാണ് സൈനിക ശക്തിയിൽ മുന്നിട്ട് നിൽക്കുന്നത്? വരൂ നമുക്ക് നോക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തികളിൽ ചിലത് അമേരിക്കയും ഇസ്രായേലും ഇറാനുമാണ്. കഴിഞ്ഞ കാലങ്ങളിലായി ഈ മൂന്ന് രാജ്യങ്ങളും അവരുടെ സൈനിക ശക്തി വൻതോതിൽ വികസിപ്പിച്ചിട്ടുണ്ട്. ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക എന്നീ രാജ്യങ്ങളുടെ സൈനിക ശക്തി താരതമ്യം ചെയ്യണമെങ്കിൽ നമ്മൾ ഈ മൂന്ന് രാജ്യത്തിൻ്റെയും വ്യോമസേന, കരസേന, നാവികസേന, മിസൈൽ ആൻഡ് ഡിഫൻസ് സിസ്റ്റം, സാങ്കേതിക വിദ്യ, ആണവായുധങ്ങൾ കൂടാതെ മൂന്ന് രാജ്യങ്ങളുടെയും ഡിഫൻസ് ബഡ്ജറ്റ് തുടങ്ങിയവയെല്ലാം കമ്പയർ ചെയ്തേ മതിയാകും. ആദ്യം തന്നെ നമുക്ക് ഇറാന്റെ സൈനിക ശക്തിയെക്കുറിച്ച് നോക്കാം. ഇറാന്റെ ഏകദേശ സൈനിക ബഡ്ജറ്റ് എന്ന് പറയുന്നത് 20 മുതൽ 25 ബില്യൺ ഡോളർ വരെയാണ്. ഇസ്രായേലിന്റെ സൈനിക ബഡ്ജറ്റ് ഏകദേശം 25 മുതൽ 30 ബില്യൺ വരെയാണ്. അമേരിക്കയുടെ ഏകദേശ സൈനിക ബഡ്ജറ്റ് എന്ന് പറയുന്നത് 850 മുതൽ 900 ബില്യൺ ഡോളർ വരെയാണ്. ഇതിനെ നമുക്ക് ലോകത്തിലെ തന്നെ മൊത്തം സൈനിക ചെലവിന്റെ വലിയൊരു ഭാഗമായി കാണാം. ഇറാന്റെ വ്യോമസേനയിൽ F-40 ടോംകാറ്റ്, MiG-29, Su-24 തുടങ്ങിയ പഴയ വിമാനങ്ങളാണ് കൂടുതലായി കാണുന്നത്. കൂടാതെ ടെക്നോളജിയിലും ഇറാൻ കുറച്ച് പിന്നിലാണ്. F-14 ടോംകാറ്റ് എന്നത് ഒരു സൂപ്പർസോണിക് ഫൈറ്റർ ജെറ്റാണ്. ആദ്യം അമേരിക്ക നിർമ്മിച്ച ഈ വിമാനങ്ങൾ പിന്നീട് ഇറാൻ സ്വന്തമാക്കി ഇപ്പോഴും ഉപയോഗിച്ചു വരുന്നു. F-40 ടോംകാറ്റിന്റെ ചില പ്രധാന പ്രത്യേകതകൾ നമുക്ക് നോക്കാം. ഒന്നാമത്തേത് വാരിയബിൾ സ്വീപ്പ് വിങ്സ് ആണ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗതയ്ക്കനുസരിച്ച് ചിറകിന്റെ ആകൃതി മാറ്റാനുള്ള ശേഷിയാണ്. രണ്ടാമത്തേത് ലോങ് റേഞ്ച് എയർ ടു എയർ മിസൈൽ ഉപയോഗിക്കാൻ കഴിയും എന്നതാണ്. മൂന്നാമത്തേത് പവർഫുൾ റഡാർ സിസ്റ്റമാണ്. അതായത് ദൂരെയുള്ള വിമാനങ്ങളെ വരെ കണ്ടെത്താൻ സാധിക്കും. പിന്നെയുള്ളത് വളരെ ഹൈസ്പീഡ് ഇന്റർസെപ്റ്റർ ഫൈറ്ററാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ദൂരെയുള്ള ശത്രു വിമാനങ്ങളെ കണ്ടെത്തി ആക്രമിക്കാൻ ലോങ് റേഞ്ച് ഫൈറ്റർ ജെറ്റാണ് F-14 ടോംകാറ്റ്. MiG-29 വന്നു കഴിഞ്ഞാൽ ഇതൊരു എയർ സുപ്യൂരിറ്റി ഫൈറ്റർ ജെറ്റാണ്. മുൻ സോവിയറ്റ് യൂണിയൻ, അതായത് ഇപ്പോഴത്തെ റഷ്യ നിർമ്മിച്ച വിമാനമാണിത്. വായുവിൽ ഇതിന് വേഗത്തിൽ നിഷ്പ്രയാസം തിരിയാൻ കഴിയും. പിന്നെയുള്ളത് സൂപ്പർസോണിക് സ്പീഡാണ്. എന്താണ് ഈ സൂപ്പർസോണിക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശബ്ദത്തിനെക്കാട്ടും വേഗതയിൽ സഞ്ചരിക്കാൻ കഴിവുള്ളവ എന്നതാണ് അർത്ഥം. ഇത് ഒരു ഹൈസ്പീഡ് സൂപ്പർസോണിക് എയർക്രാഫ്റ്റ് ആണ്. അതുപോലെ തന്നെ എയർ ടു എയർ മിസൈൽ ഉപയോഗിക്കാനും ഇത് ഉപയോഗിക്കുന്നു. ഡോഗ് ഫൈറ്റ് കോമ്പാറ്റിലേക്ക് വളരെ അനുയോജ്യമായ ജെറ്റ് കൂടിയാണ് MiG-29. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വായുവിൽ ശത്രു വിമാനങ്ങളെ നേരിട്ട് തകർക്കാൻ ഉപയോഗിക്കുന്ന അജൈൽ ഫൈറ്റർ ജെറ്റാണ് MiG-29. Su-24 വന്നു കഴിഞ്ഞാൽ ഇതൊരു ടാക്ടിക്കൽ ബോംബർ അല്ലെങ്കിൽ സ്ട്രൈക്ക് എയർക്രാഫ്റ്റ് ആണ്. ഇത് പ്രധാനമായും ഗ്രൗണ്ട് അറ്റാക്ക് മിഷൻസ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ പ്രധാന പ്രത്യേകതകളൊന്ന് നോക്കാം. ഒന്നാമത്തേത് വാരിയബിൾ സ്വീപ്പ് വിങ്സ് ആണ്. രണ്ടാമത്തേത് ലോ ആൾട്ടിറ്റ്യൂഡ് അറ്റാക്ക് കാപ്പബിലിറ്റിയാണ്. അതായത് താഴ്ന്ന ഉയരത്തിൽ പറന്ന് ആക്രമിക്കാൻ ശേഷിയുണ്ടെന്ന് സാരം. പിന്നെയുള്ളത് ബോംബ്സ്, മിസൈൽ, ഗൈഡഡ് വെപ്പൺസ് വഹിക്കാൻ കഴിയുമെന്നതാണ്. കൂടാതെ ദൂരെയുള്ള ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ രൂപകൽപ്പന ചെയ്തതുകൂടിയാണ് Su-24. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഭൂമിയിലെ ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ ഉപയോഗിക്കുന്ന ഫൈറ്റർ ബോംബർ എയർക്രാഫ്റ്റാണ് Su-24. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും ശക്തമായ എയർഫോഴ്സ് ഉള്ളവരാണ് ഇസ്രായേൽ. ഇവരുടെ പക്കൽ ഏകദേശം 600-ൽ കൂടുതൽ എയർക്രാഫ്റ്റുകൾ ഉണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. ഇവയിൽ പ്രധാനപ്പെട്ട ഒന്നാണ് F-35I അഡീർ. ഇത് ഇസ്രായേൽ വ്യോമസേന ഉപയോഗിക്കുന്ന 5th ജനറേഷൻ സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റാണ്. ഇത് അമേരിക്കൻ F-35ന്റെ ഇസ്രായേൽ പതിപ്പാണ്. ഇതിന്റെ പ്രധാന പ്രത്യേകതകളൊന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് സ്റ്റെൽത്ത് ടെക്നോളജിയാണ്. അതായത് റഡാറിൽ ഇവയെ കണ്ടെത്താൻ കുറച്ച് ബുദ്ധിമുട്ടുമെന്ന് സാരം. രണ്ടാമത്തേത് ഇതിൽ അഡ്വാൻസ്ഡ് സെൻസേഴ്സും AI സിസ്റ്റംസും ഉണ്ട്. കൂടാതെ ഇതിൽ എയർ കോമ്പാറ്റും ഗ്രൗണ്ട് അറ്റാക്കും രണ്ടും ചെയ്യാൻ സാധിക്കും. അതേപോലെ ഇസ്രായേലിന് വേണ്ടി കസ്റ്റമൈസ് ചെയ്ത ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റംസും ഇതിനകത്തുണ്ട്. ചുരുക്കത്തിൽ ഇസ്രായേലിന്റെ ഏറ്റവും അഡ്വാൻസ്ഡ് സ്റ്റെൽത്ത് ഫൈറ്റർ എയർക്രാഫ്റ്റ് ആണിത്. അടുത്തതാണ് F-15 ഫൈറ്റർ ജെറ്റ്. F-15 ഒരു ശക്തമായ എയർ സുപ്യൂരിറ്റി ഫൈറ്റർ ജെറ്റാണ്. ഇത് ഒരു ഹൈസ്പീഡ് സൂപ്പർസോണിക് എയർക്രാഫ്റ്റ് ആണ്. അടുത്തത് ദൂരെയുള്ള ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ കഴിയുമെന്നതാണ്. കൂടാതെ ഒരു വലിയ മിസൈൽ ക്യാരിയിങ് കപ്പാസിറ്റി കൂടി ഇതിനുണ്ട്. എയർ കോമ്പാറ്റിനും സ്ട്രൈക്ക് മിഷൻസിനുമാണ് ഇത് ഉപയോഗിക്കുന്നത്. ചുരുക്കത്തിൽ വായുവിൽ ശത്രു വിമാനങ്ങളെ നേരിടാനും ആക്രമണങ്ങൾ നടത്താനും ഉപയോഗിക്കുന്ന ശക്തമായ ഫൈറ്റർ ജെറ്റാണ് F-15. അടുത്തതാണ് F-16 ഫൈറ്റൻ ഫാൽക്കൺ. F-16 എന്നത് ഒരു മൾട്ടി റോൾ ഫൈറ്റർ ജെറ്റാണ്. ഈ ജെറ്റിലും എയർ കോമ്പാറ്റും ഗ്രൗണ്ട് അറ്റാക്ക് മിഷൻസും രണ്ടും ചെയ്യാൻ സാധിക്കും. കൂടാതെ ഇവയെ വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാനും ദിശ മാറ്റാനും സാധിക്കും. കൂടാതെ അഡ്വാൻസ്ഡ് റഡാർ ആൻഡ് ടാർഗറ്റിംഗ് സിസ്റ്റംസ് ഉള്ളവയാണിവ. പല രാജ്യങ്ങളും ഉപയോഗിക്കുന്ന ഒരു ഫൈറ്റർ ജെറ്റാണ് F-16. ചുരുക്കത്തിൽ വിവിധ യുദ്ധ മിഷനുകൾ ചെയ്യാൻ കഴിയുന്ന ഒരു വെർസറ്റൈൽ ഫൈറ്റർ എയർക്രാഫ്റ്റ് ആണിത്. ഇനി നമുക്ക് അമേരിക്കയുടെ വ്യോമസേനയിലേക്ക് വന്നു കഴിഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായ എയർഫോഴ്സ് ഉള്ളവരാണ് അമേരിക്ക. ഇവരുടെ പ്രധാന വിമാനങ്ങളൊന്ന് നമുക്ക് നോക്കാം. അമേരിക്കയ്ക്ക് ഏകദേശം 13,000-ൽ കൂടുതൽ മിലിറ്ററി എയർക്രാഫ്റ്റുകൾ ഉണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. ഇവയിൽ പ്രധാനപ്പെട്ടവയെന്ന് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തേതാണ് F-22 റാപ്റ്റർ.
അമേരിക്കയുടെ ഏറ്റവും അഡ്വാൻസ്ഡ് 5th ജനറേഷൻ സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റാണിത്. ഇവയ്ക്ക് സ്റ്റെൽത്ത് ടെക്നോളജി ഉള്ളതുകൊണ്ട് തന്നെ റഡാറിൽ ഇവയെ കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. കൂടാതെ എയർ സുപ്പീരിയറിറ്റി ഫൈറ്ററാണിത്. അതായത് ശത്രുവിൻ്റെ ഫൈറ്റർ ജെറ്റുകളെ നശിപ്പിക്കാൻ വേണ്ടി രൂപകൽപ്പന ചെയ്തതാണിത്. പിന്നെയുള്ളതാണ് സൂപ്പർ ക്രൂയിസ്. അതായത് ആഫ്റ്റർ ബേണർ ഇല്ലാതെ തന്നെ ഇവയ്ക്ക് സൂപ്പർസോണിക് സ്പീഡിൽ സഞ്ചരിക്കാൻ സാധിക്കും. പിന്നെയുള്ളതാണ് സൂപ്പർ മാനുവറബിലിറ്റി. അതായത് അത്യന്തം ചുരുങ്ങിയ സ്ഥലത്ത് പോയും ശക്തമായി തിരിഞ്ഞും മറിഞ്ഞും പോകാനുള്ള ശേഷി. ചുരുക്കി പറഞ്ഞാൽ ഇവയെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാനും ദിശ മാറ്റാനും സാധിക്കും. ഇവ ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായ എയർ ടു എയർ കോമ്പാറ്റ് ഫൈറ്റർ ജെറ്റ്സുകളിൽ ഒന്നാണ്. അടുത്തതാണ് F-35 ലൈറ്റനിങ് II 5th ജനറേഷൻ മൾട്ടി റോൾ സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റാണിത്. അമേരിക്കയും പല രാജ്യങ്ങളും ഇത് ഉപയോഗിക്കുന്നു. ഇതിൻ്റെ ഒന്നാമത്തെ പ്രത്യേകതയാണ് മൾട്ടി റോൾ. അതായത് എയർ കോമ്പാറ്റും ഗ്രൗണ്ട് അറ്റാക്കും രണ്ടും ഇതിൽ ചെയ്യാൻ സാധിക്കും. കൂടാതെ ഇവയ്ക്ക് അഡ്വാൻസ്ഡ് സെൻസേഴ്സും AI സിസ്റ്റംസും ഉണ്ട്. കൂടാതെ ഇവയ്ക്ക് നെറ്റ്വർക്ക് വാർഫെയർ കാപ്പബിലിറ്റിയും ഉണ്ട്. അതായത് ഇവ മറ്റു സൈനിക സിസ്റ്റങ്ങളുമായി ബന്ധിപ്പിച്ച് പ്രവർത്തിപ്പിക്കുന്നു. പിന്നെ ഇവയ്ക്ക് F-35B എന്ന് പറയുന്ന മറ്റൊരു വേരിയന്റ് കൂടിയുണ്ട്. ഇവയെ ഹെലികോപ്റ്റർ പോലെ ഉയർത്താനും അതുപോലെ തന്നെ ലാൻഡ് ചെയ്യിക്കാനും സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ F-35 ലൈറ്റനിങ് II എന്ന് പറയുന്നത് ഒരു ഓൾ ഇൻ വൺ സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റാണ്. പിന്നെയുള്ളതാണ് B-2 സ്പിരിറ്റ്. അമേരിക്കയുടെ സ്റ്റെൽത്ത് സ്ട്രാറ്റജിക് ബോംബറാണിത്. ഇവയ്ക്ക് ഫ്ലൈയിങ് വിങ് ഡിസൈനാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇവയെ റഡാറിൽ കണ്ടെത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കൂടാതെ ന്യൂക്ലിയർ ആൻഡ് കൺവെൻഷണൽ ബോംബ്സുകൾ ഇവയ്ക്ക് വഹിക്കാൻ കഴിയും. ഇവയെ ലോങ് റേഞ്ച് മിഷൻസുകൾക്ക് ഉപയോഗിക്കുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും ചെലവേറിയ വിമാനങ്ങളിലൊന്നാണ് B-2 സ്പിരിറ്റ്. ചുരുക്കത്തിൽ ശത്രുരാജ്യത്തിനകത്ത് രഹസ്യമായി ബോംബാക്രമണം നടത്താൻ ഉപയോഗിക്കുന്ന ബോംബറാണ് B-2 സ്പിരിറ്റ്. അടുത്തതാണ് B-52 സ്ട്രാറ്റോ ഫോർട്രസ്. അമേരിക്കയുടെ ലോങ് റേഞ്ച് സ്ട്രാറ്റജിക് ബോംബറാണിത്. 1950കളിൽ തുടങ്ങി ഇന്നും ഇവ ഉപയോഗിക്കുന്നു. 8 എഞ്ചിനുകളുള്ള ഒരു വലിയ ബോംബറാണിത്. ഇവയെ വളരെ ലോങ് റേഞ്ച് മിഷൻസിനാണ് ഉപയോഗിക്കുന്നത്. ഇവയ്ക്ക് ന്യൂക്ലിയർ, കൺവെൻഷണൽ ബോംബ്സ് ആൻഡ് ക്രൂസ് മിസൈൽസ് വഹിക്കാൻ ശേഷിയുണ്ട്. ഇവയ്ക്കൊരു വലിയ ബോംബ് ലോഡ് കപ്പാസിറ്റി തന്നെയുണ്ട്. ചുരുക്കത്തിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വിശ്വാസ്യതയുള്ള ലോങ് റേഞ്ച് ബോംബർ എയർക്രാഫ്റ്റിൽ ഒന്നാണ് B-52 സ്ട്രാറ്റോ ഫോർട്രസ്. ഇനി ഇറാന്റെ കരസേനയിലേക്ക് വരികയാണെങ്കിൽ ഇറാന്റെ കരസേനയിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയാണ് സൾഫിക്കർ ടാങ്ക്സ്. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറാൻ സ്വന്തമായി നിർമ്മിച്ച ഒരു മെയിൻ ബാറ്റിൽ ടാങ്കാണ് സൾഫിക്കർ ടാങ്ക്. ഇറാന്റെ കരസേനയിലെ പ്രധാന യുദ്ധ ടാങ്കുകളിൽ ഒന്നാണ് സൾഫിക്കർ ടാങ്ക്. വളരെ പവർഫുൾ ആയിട്ടുള്ള 125 mm മെയിൻ കാനനാണ് ഇതിന്റെ പ്രധാന പ്രത്യേകത. കൂടാതെ ശക്തമായ പ്രൊട്ടക്ഷൻ തരുന്ന കോമ്പോസിറ്റ് ആർമർ പ്രൊട്ടക്ഷൻ സംവിധാനവും ഇതിനുണ്ട്. കൂടാതെ കൃത്യമായി ലക്ഷ്യങ്ങൾ ആക്രമിക്കാൻ കഴിവുള്ള അഡ്വാൻസ് ഫയർ കൺട്രോൾ സിസ്റ്റവും ഈ ഒരു ടാങ്കിലുണ്ട്. ഇതിനു പുറമെ ഇറാൻ സ്വന്തമായി വികസിപ്പിച്ച ഇൻഡിജിനസ് മിലിറ്ററി ടെക്നോളജിയും ഈ ഒരു ടാങ്കിലുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ കരയുദ്ധത്തിൽ ശത്രു ടാങ്കുകളെയും സൈന്യത്തെയും നേരിടാൻ ഉപയോഗിക്കുന്ന ഇറാന്റെ പ്രധാന ബാറ്റിൽ ടാങ്കാണ് സൾഫിക്കർ ടാങ്ക്. പിന്നെയുള്ളത് ബലിസ്റ്റിക് മിസൈൽ യൂണിറ്റുകളാണ്. ബലിസ്റ്റിക് മിസൈൽ യൂണിറ്റ്സ് എന്നത് ബലിസ്റ്റിക് മിസൈൽസ് പ്രവർത്തിപ്പിക്കുന്ന സൈനിക യൂണിറ്റുകളാണ്. ഇവ ഇറാന്റെ പ്രധാന സ്ട്രാറ്റജിക് സ്ട്രൈക്ക് ഫോഴ്സായി കണക്കാക്കപ്പെടുന്നു. ഇതിന്റെ പ്രധാന പ്രത്യേകതകൾ നമുക്ക് നോക്കാം. ഒന്നാമത്തേത് ലോങ് റേഞ്ച് മിസൈൽസ് ആണ്. അതായത് 100 മുതൽ 1000 കിലോമീറ്റർ വരെ ദൂരത്തിൽ മിസൈലുകൾ അയക്കാൻ സാധിക്കും. രണ്ടാമത്തേത് ഹൈ സ്പീഡ് ട്രജക്ടറിയാണ്. അതായത് വളരെ വേഗത്തിൽ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയുമെന്ന് സാരം. പിന്നെയുള്ളത് മൊബൈൽ ലോഞ്ച് സിസ്റ്റമാണ്. ട്രക്ക് ലോഞ്ചേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഇതിന്റെ സ്ഥാനം മാറ്റാൻ വേണ്ടി സാധിക്കും. ഇവയുടെ ചില മിസൈലുകൾക്ക് ഹൈ പ്രിസിഷൻ ഗൈഡൻസ് സിസ്റ്റം പോലും ഉണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ദൂരെയുള്ള ലക്ഷ്യങ്ങളെ മിസൈൽ ആക്രമണത്തിലൂടെ തകർക്കാൻ ഉപയോഗിക്കുന്ന പ്രധാന സൈനിക യൂണിറ്റുകളാണ് ഇവ. അടുത്തത് ഇറാന്റെ ലാർജ് മിലിഷ്യ ഫോഴ്സാണ്. മിലിഷ്യ ഫോഴ്സസ് എന്നത് സാധാരണ ഇറാൻ സൈന്യത്തിനൊപ്പം പ്രവർത്തിക്കുന്ന സഹായക സൈനിക സംഘങ്ങളാണ്. ഇറാനിൽ ഇത് പ്രധാനമായും ബസിജ് മിലിഷ്യ പോലുള്ള സംഘടനകളാണ്. ഇവർ ഒരു വലിയ വോളണ്ടിയർ ഫോഴ്സാണ്. കൂടാതെ ഇന്റേണൽ സെക്യൂരിറ്റിയും ഡിഫൻസ് മിഷൻസ് എല്ലാം ഇവർ കൈകാര്യം ചെയ്യുന്നു. അതേപോലെ യുദ്ധസമയത്ത് റെഗുലർ ആർമിക്ക് ഇവർ സപ്പോർട്ട് നൽകുകയും ചെയ്യുന്നു. കൂടാതെ ഇവരിൽ ചിലർക്ക് മിലിറ്ററി ട്രെയിനിങ്ങും ലഭിച്ചിട്ടുണ്ടാകും. ചുരുക്കം പറഞ്ഞാൽ രാജ്യത്തെ സംരക്ഷിക്കാൻ സൈന്യത്തിന് പിന്തുണ നൽകുന്ന വലിയ വോളണ്ടിയർ സൈനിക ശക്തിയാണ് മിലിഷ്യ ഫോഴ്സസ്. ഇനി നമുക്ക് ഇസ്രായേലിന്റെ കരസേനയൊന്ന് നോക്കാം. അതിൽ ഒന്നാമത്തേതാണ് മെർക്കാവ MK4 ടാങ്ക്സ്. ഇത് ഇസ്രായേൽ നിർമ്മിച്ച ഒരു മെയിൻ ബാറ്റിൽ ടാങ്കാണ്. ശക്തമായ 120 mm കാനനാണ് ഇതിന്റെ പ്രധാന പ്രത്യേകത. രണ്ടാമത്തേത് ട്രോഫി ആക്റ്റീവ് പ്രൊട്ടക്ഷൻ സിസ്റ്റമാണ്. അതായത് ആന്റി ടാങ്ക് മിസൈൽസുകളെ ഇവ തടയും. ശക്തമായ ആർമർ പ്രൊട്ടക്ഷൻ ഉള്ളവയാണിവ. കൂടാതെ ക്രൂ സർവൈവലിന് പ്രത്യേകമായി ഡിസൈൻ ചെയ്തതും. ചുരുക്കത്തിൽ ഇസ്രായേലിന്റെ ഏറ്റവും ശക്തമായ ബാറ്റിൽ ടാങ്കാണിത്. അടുത്തതാണ് ഹൈലി ട്രെയിൻഡ് ഗ്രൗണ്ട് ഫോഴ്സസ്. അതായത് ഇസ്രായേലിന്റെ ഗ്രൗണ്ടഡ് ഫോഴ്സസ് വളരെ ഹൈലി ട്രെയിൻഡ് മിലിറ്ററി യൂണിറ്റുകളാണ്. കഠിനമായ മിലിറ്ററി ട്രെയിനിങ്ങുകൾ ലഭിച്ചിട്ടുള്ളവരാണിവർ. ഇവർക്ക് അർബൻ വാർഫെയർ എക്സ്പീരിയൻസുകളും ഉണ്ടാകും. കൂടാതെ മോഡേൺ വെപ്പൺസിനും ടെക്നോളജിയും ഉപയോഗിക്കാനുള്ള കെൽപ്പുണ്ടാകും. കൂടാതെ ഇതിൽ സ്പെഷ്യൽ ഫോഴ്സ് യൂണിറ്റുകളും ഉൾപ്പെടുന്നു. ചുരുക്കത്തിൽ ഇവർ ലോകത്തിലെ ഏറ്റവും വെൽ ട്രെയിൻഡ് ഗ്രൗണ്ട് ഫോഴ്സസിലൊന്നായി കണക്കാക്കപ്പെടുന്നു. അടുത്തതാണ് മോഡേൺ ആർമേഡ് വെഹിക്കിൾസ്.
ഇവ സൈനികരെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്ന ആർമേഡ് മിലിറ്ററി വെഹിക്കിൾസ് ആണ്. ശക്തമായ ആർമർ പ്രൊട്ടക്ഷൻ ഉള്ളവയാണിവ. കൂടാതെ ഇവയ്ക്ക് മെഷീൻ ഗൺസും കാനൺസും ഉണ്ട്. കൂടാതെ സൈനികരെ ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള കാപ്പബിലിറ്റിയും. കൂടാതെ ഇതിനെ ബാറ്റിൽ ഫീൽഡിൽ ഒരു മൊബിലിറ്റി ആയിട്ട് യൂസ് ചെയ്യുന്നു. ചുരുക്കത്തിൽ സൈനികരെ സുരക്ഷിതമായി ബാറ്റിൽ ഫീൽഡിലേക്ക് കൊണ്ടുപോകുന്ന ആർമേഡ് വെഹിക്കിൾസ് ആണിത്. അമേരിക്കയുടെ കരസേനയിലേക്ക് വന്നു കഴിഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ഇൻഫാൻട്രി ടെക് ഉള്ളവരാണ് അമേരിക്ക. ഇനി നമുക്ക് ഇവരുടെ കരസേനയിലെ സൈനിക ശക്തി ഒന്ന് നോക്കാം. അതിലൊന്നാമത്തേതാണ് M1A2 എബ്രാംസ്. അമേരിക്കൻ സൈന്യത്തിന്റെ ഏറ്റവും ശക്തമായ മെയിൻ ബാറ്റിൽ ടാങ്കാണിത്. 120 mm സ്മൂത്ത് ബോർ കാനണാണ് ഇവയ്ക്കുള്ളത്. അതായത് വളരെ ശക്തമായ പ്രധാന തോക്കാണ് ഇതിനുള്ളത്. കൂടാതെ ശക്തമായ സംരക്ഷണം നൽകുന്ന ഹെവി കോമ്പോസിറ്റ് ആർമർ, അഡ്വാൻസ്ഡ് ടാർഗറ്റിംഗ് സിസ്റ്റം, അതായത് ഇതുപയോഗിച്ച് കൃത്യമായി ലക്ഷ്യം കണ്ടെത്താൻ കഴിയും. ഇവയ്ക്ക് ഗ്യാസ് ടർബൈൻ എഞ്ചിനുകൾ ഉള്ളതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ നീങ്ങാനും കഴിയും. ചുരുക്കത്തിൽ ഭൂയുദ്ധത്തിൽ ശത്രുവിന്റെ ടാങ്കുകളും സൈന്യവും നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ശക്തമായ ടാങ്കാണിത്. അടുത്തതാണ് M142 ഹിമാർസ്. ഹൈ മൊബിലിറ്റി ആർട്ടിലറി റോക്കറ്റ് സിസ്റ്റം എന്നത് ഒരു ട്രക്ക് മൗണ്ടഡ് റോക്കറ്റ് ലോഞ്ചറാണ്. ഇവയ്ക്ക് ലോങ് റേഞ്ച് റോക്കറ്റുകൾ ഉള്ളതുകൊണ്ട് തന്നെ 70 മുതൽ 300 കിലോമീറ്റർ വരെ ദൂരത്തിൽ ആക്രമണം നടത്താൻ കഴിയും. കൃത്യമായി ലക്ഷ്യം തകർക്കാൻ കഴിവുള്ളവയാണ് ഇവ. ഇതിൽ ഗൈഡഡ് റോക്കറ്റ്സ് ആൻഡ് മിസൈൽസുകൾ ഉപയോഗിക്കുന്നു. കൂടാതെ ഇവയ്ക്ക് വളരെ വേഗത്തിൽ സ്ഥലം മാറാനും കഴിയും. ചുരുക്കത്തിൽ ദൂരെയുള്ള ലക്ഷ്യങ്ങളെ റോക്കറ്റ് ആക്രമണത്തിലൂടെ തകർക്കാൻ ഉപയോഗിക്കുന്ന സിസ്റ്റമാണ് M142 ഹിമാർസ്. അടുത്തതാണ് അഡ്വാൻസ്ഡ് ആർമേഡ് വെഹിക്കിൾസ്. സൈനികരെ സുരക്ഷിതമായി യുദ്ധഭൂമിയിലേക്ക് കൊണ്ടുപോകാനും പിന്തുണ നൽകാൻ ഉപയോഗിക്കുന്ന ശക്തമായ ആർമേഡ് മിലിറ്ററി വെഹിക്കിൾസ് ആണിത്. ഇവയ്ക്ക് ബുള്ളറ്റുകളെയും സ്ഫോടനങ്ങളെയും തടയാൻ കഴിവുള്ള ഹെവി ആർമർ പ്രൊട്ടക്ഷനാണ് ഉള്ളത്. കൂടാതെ ഇവയിൽ മെഷീൻ ഗൺസോ കാനൺസോ ഘടിപ്പിച്ചിട്ടുണ്ടാകും. ഇവ കടുത്ത ഭൂപ്രദേശങ്ങളിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ സൈനികരെ സുരക്ഷിതമായി കൊണ്ടുപോകാൻ സാധിക്കും. ചുരുക്കത്തിൽ സൈനികരെ സംരക്ഷിക്കുകയും ഭൂയുദ്ധത്തിൽ പിന്തുണ നൽകുകയും ചെയ്യുന്ന ആർമേഡ് വെഹിക്കിൾസ് ആണിത്. അടുത്തത് ഇറാന്റെ മിസൈൽ ശക്തിയാണ്. ഇറാന്റെ ഏറ്റവും വലിയ ശക്തി എന്നറിയപ്പെടുന്നതും ഇത് തന്നെയാണ്. അതിൽ ആദ്യത്തേതാണ് ഷഹാബ് 3 ബലിസ്റ്റിക് മിസൈൽ. ഇറാന്റെ പ്രധാന മീഡിയം റേഞ്ച് ബലിസ്റ്റിക് മിസൈലാണിത്. ഏകദേശം 1000 മുതൽ 1300 കിലോമീറ്റർ റേഞ്ചിൽ വരെ ഈ മിസൈലിന് സഞ്ചരിക്കാൻ സാധിക്കും. കൂടാതെ വലിയ ഹൈ എക്സ്പ്ലോസീവ് വാർഹെഡ് വഹിക്കാനും ഇതിന് ശേഷിയുണ്ട്. മൊബൈൽ ലോഞ്ച് വെഹിക്കിൾ ഉപയോഗിച്ച് ഇതിനെ ലോഞ്ച് ചെയ്യാനും സാധിക്കും. കൂടാതെ ഉയർന്ന വേഗത്തിൽ ബലിസ്റ്റിക് ട്രജക്ടറി വഴി ലക്ഷ്യത്തിലേക്ക് പോകാനുള്ള കെൽപ്പും ഈ ഒരു മിസൈലിനുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ദൂരെയുള്ള ശത്രുലക്ഷ്യങ്ങളെ ബലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിലൂടെ തകർക്കാൻ ഉപയോഗിക്കുന്ന മിസൈലാണ് ഷഹാബ് 3. അടുത്തതാണ് സെജ്ജിൽ മിസൈൽ. ഇത് ഇറാൻ നിർമ്മിച്ച സോളിഡ് ഫ്യുവൽ മീഡിയം റേഞ്ച് ബലിസ്റ്റിക് മിസൈലാണ്. ഏകദേശം 2000 കിലോമീറ്റർ റേഞ്ചാണ് ഈ ഒരു മിസൈലിനുള്ളത്. കൂടാതെ ഇതിൽ ഉപയോഗിക്കുന്നത് സോളിഡ് ഫ്യുവൽ ആയതിനാൽ വേഗത്തിൽ ലോഞ്ച് ചെയ്യാനും സാധിക്കും. ഇതിന് ഹൈ സ്പീഡ് റീ എൻട്രി വെഹിക്കിൾ സംവിധാനമുണ്ട്. കൂടാതെ ദൂരെയുള്ള സ്ട്രാറ്റജിക് ടാർഗറ്റ്സ് ആക്രമിക്കാനും കഴിയും. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇറാന്റെ ഏറ്റവും ശക്തമായ ലോങ് റേഞ്ച് ബലിസ്റ്റിക് മിസൈൽസിൽ ഒന്നാണിത്. അടുത്തതാണ് ഫതേ 110 മിസൈൽ. ഇതൊരു ഷോർട്ട് റേഞ്ച് ബലിസ്റ്റിക് മിസൈലാണ്. ഏകദേശം 300 കിലോമീറ്റർ റേഞ്ചാണ് ഈ ഒരു മിസൈലിനുള്ളത്. കൂടാതെ ഇതിന് പ്രിസിഷൻ ഗൈഡൻസ് സിസ്റ്റം ഉണ്ട്. ഇതിലും സോളിഡ് ഫ്യൂവൽ പ്രൊപ്പൽഷനാണ് ഉപയോഗിക്കുന്നത്. മൊബൈൽ ലോഞ്ചേഴ്സ് ഉപയോഗിച്ചും ഇതിനെ ലോഞ്ച് ചെയ്യാൻ സാധിക്കും. ചുരുക്കത്തിൽ പറഞ്ഞാൽ കൃത്യമായ ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ ഉപയോഗിക്കുന്ന ഷോർട്ട് റേഞ്ച് പ്രിസിഷൻ മിസൈലാണിത്. അടുത്തതാണ് കൊറംഷാർ മിസൈൽ. ഇറാന്റെ ശക്തമായ മീഡിയം ടു ലോങ് റേഞ്ച് ബലിസ്റ്റിക് മിസൈലാണിത്. ഏകദേശം 2000 കിലോമീറ്റർ റേഞ്ചാണ് ഈ ഒരു മിസൈലിനുള്ളത്. കൂടാതെ വലിയ ഹെവി വാർഹെഡ് കപ്പാസിറ്റിയും ഈ ഒരു മിസൈലിനുണ്ട്. ഇതിൽ ഉപയോഗിക്കുന്നത് ലിക്വിഡ് ഫ്യൂവലാണ്. സ്ട്രാറ്റജിക് ലോങ് റേഞ്ച് അറ്റാക്കുകൾക്കും ഇത് ഉപയോഗിക്കുന്നു. ചുരുക്കത്തിൽ ദൂരെയുള്ള വലിയ ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ രൂപകൽപ്പന ചെയ്ത പവർഫുൾ ബലിസ്റ്റിക് മിസൈലാണിത്. ഇസ്രായേലിന്റെ പ്രധാന മിസൈലുകളിലൊന്നാണ് ജെറിക്കോ മിസൈൽ. ജെറിക്കോ ഇസ്രായേലിന്റെ പ്രധാന ബലിസ്റ്റിക് മിസൈൽ സിസ്റ്റമാണ്. ഇതിലെ ജെറിക്കോ 3ക്ക് ഏകദേശം 4000 മുതൽ 6500 കിലോമീറ്റർ വരെ റേഞ്ചാണുള്ളത്. കൂടാതെ ഇവയ്ക്ക് ന്യൂക്ലിയർ വാർഹെഡ് വഹിക്കാനുള്ള കാപ്പബിലിറ്റിയുമുണ്ട്. കൂടാതെ ഇവയെ മൊബൈൽ ലോഞ്ചേഴ്സ് ഉപയോഗിച്ച് ലോഞ്ച് ചെയ്യാനും സാധിക്കും. ചുരുക്കത്തിൽ ദൂരെയുള്ള ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ കഴിയുന്ന ലോങ് റേഞ്ച് ബലിസ്റ്റിക് മിസൈലാണിവ. അടുത്തതാണ് സ്പൈക്ക് മിസൈൽ. സ്പൈക്ക് എന്നത് ഒരു ആൻറ്റി ടാങ്ക് ഗൈഡഡ് മിസൈലാണ്. ഇവയ്ക്ക് ഫയർ ആൻഡ് ഫോർഗോട്ട് ഗൈഡൻസ് സിസ്റ്റമുണ്ട്. കൂടാതെ ടാങ്ക് നശിപ്പിക്കാൻ വേണ്ടിയാണ് ഇവ പ്രധാനമായും രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഇവ ഹെലികോപ്റ്റേഴ്സും വെഹിക്കിൾസും അതുപോലെ തന്നെ സോൾജേഴ്സും ഉപയോഗിക്കും. ഇവയ്ക്ക് ഹൈ പ്രിസിഷൻ ടാർഗറ്റിംഗ് ആണുള്ളത്. ചുരുക്കത്തിൽ ടാങ്കുകൾ തകർക്കാൻ ഉപയോഗിക്കുന്ന അഡ്വാൻസ്ഡ് ആൻറ്റി ടാങ്ക് മിസൈലാണിവ. അടുത്തതാണ് ഡെലിയ ക്രൂയിസ് മിസൈൽ. ഡെലിയ എന്നതൊരു ലോയിറ്ററിംഗ് ക്രൂയിസ് മിസൈലാണ്. ടാർഗറ്റ് കണ്ടെത്തുന്നതുവരെ ഇവ വായുവിൽ ചുറ്റിപ്പറക്കും. ഇവയെ ഫൈറ്റർ ജെറ്റ്സിൽ നിന്ന് ലോഞ്ച് ചെയ്യാനും സാധിക്കും. ഇവയും ഹൈ പ്രിസിഷൻ സ്ട്രൈക്ക് ഉറപ്പ് തരുന്നതാണ്. ഇവ ഇൻ്റലിജൻസ് ഗൈഡഡ് അറ്റാക്കിന് വേണ്ടി ഉപയോഗിക്കുന്നു. ചുരുക്കത്തിൽ ലക്ഷ്യം കണ്ടെത്തി കൃത്യമായി ആക്രമിക്കുന്ന സ്മാർട്ട് ക്രൂയിസ് മിസൈലാണിവ. അടുത്തതാണ് സ്റ്റെന്നർ മിസൈൽ. ഇവ സ്റ്റെന്നർ ഡേവിഡ് സ്ലിംഗ് ഡിഫൻസ് സിസ്റ്റം ഉപയോഗിക്കുന്ന ഇൻ്റർസെപ്റ്റർ മിസൈലാണ്. അമേരിക്കയുടെ പക്കലുള്ള പ്രധാന മിസൈലുകളിൽ ഒന്നാണ് മിനിറ്റ്മാൻ 3.
മിനിറ്റ്മാൻ 3 അമേരിക്കയുടെ ഇന്റർകോണ്ടിനെന്റൽ ബലിസ്റ്റിക് മിസൈലാണ്. ഏകദേശം 13,000 കിലോമീറ്റർ റേഞ്ചാണ് ഇവയ്ക്കുള്ളത്. കൂടാതെ ഇവയ്ക്ക് ന്യൂക്ലിയർ വാർഹെഡ് വഹിക്കാനും കഴിയും. ഇവയെ അണ്ടർഗ്രൗണ്ട് സിലോസിൽ നിന്ന് ലോഞ്ച് ചെയ്യുന്നു. ഇവയ്ക്ക് വളരെ ഹൈ സ്പീഡ് ബലിസ്റ്റിക് ട്രജക്ടറിയാണ് ഉള്ളത്. ചുരുക്കത്തിൽ ദൂരരാജ്യങ്ങളിലേക്ക് ന്യൂക്ലിയർ ആക്രമണം നടത്താൻ കഴിയുന്ന ലോങ് റേഞ്ച് ന്യൂക്ലിയർ മിസൈലാണ് ഇവ. അടുത്തതാണ് ട്രിഡന്റ് 2. ട്രിഡന്റ് 2 ഒരു സബ്മറൈൻ ലോഞ്ച്ഡ് ബലിസ്റ്റിക് മിസൈലാണ്. ഇവയ്ക്ക് ഏകദേശം 12,000 കിലോമീറ്റർ റേഞ്ചാണുള്ളത്. ഇവയ്ക്കും ന്യൂക്ലിയർ വാർഹെഡുകൾ വഹിക്കാൻ കഴിയും. ഇവയെ സബ്മറൈൻസിൽ നിന്ന് ലോഞ്ച് ചെയ്യാൻ സാധിക്കും. കൂടാതെ ഇവയ്ക്ക് വളരെ ഹൈ ആക്യുറസിയാണുള്ളത്. ചുരുക്കത്തിൽ കടലിൽ നിന്ന് ദൂരെയുള്ള ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ കഴിയുന്ന ശക്തമായ ന്യൂക്ലിയർ മിസൈലാണിവ. അടുത്തതാണ് ടൊമാഹോക്ക് ക്രൂസ് മിസൈൽ. ടൊമാഹോക്ക് ഒരു ലോങ് റേഞ്ച് ക്രൂസ് മിസൈലാണ്. ഇവയ്ക്ക് ഏകദേശം 1500 കിലോമീറ്റർ റേഞ്ചാണുള്ളത്. ഇതൊരു ലോ ആൾട്ടിറ്റ്യൂഡ് ഫ്ലൈറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇവയെ റഡാറിൽ കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. വളരെ ഹൈ പ്രിസിഷനും സ്ട്രൈക്ക് കാപ്പബിലിറ്റി ഉള്ളവയാണിവ. ഇവയെ ഷിപ്സിൽ നിന്നും സബ്മറൈൻസിൽ നിന്നും ഗ്രൗണ്ടിൽ നിന്നും ലോഞ്ച് ചെയ്യാൻ സാധിക്കും. ചുരുക്കത്തിൽ കൃത്യമായ ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ ഉപയോഗിക്കുന്ന പ്രിസിഷൻ ക്രൂയിസ് മിസൈലാണിവ. അടുത്തതാണ് ജസം മിസൈൽ. ജസം എന്നത് ജോയിന്റ് എയർ ടു സർഫേസ് സ്റ്റാൻഡ് ഓഫ് മിസൈൽ എന്നാണ്. ജസം എന്നതൊരു സ്റ്റെൽത്ത് ക്രൂയിസ് മിസൈലാണ്. ഇവയെ ഫൈറ്റർ ജെറ്റ്സിൽ നിന്ന് ലോഞ്ച് ചെയ്യാൻ സാധിക്കും. ഇവയെ ലോങ് റേഞ്ച് പ്രിസിഷൻ സ്ട്രൈക്കിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ചുരുക്കത്തിൽ ഫൈറ്റർ ജെറ്റ്സ് ഉപയോഗിക്കുന്ന സ്റ്റെൽത്ത് പ്രിസിഷൻ സ്ട്രൈക്ക് മിസൈലാണ് ജസം. ഇനി ഇറാന്റെ ഡ്രോൺ സാങ്കേതിക വിദ്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൽ ആദ്യത്തേതാണ് ഷാഹദ് 136 ഡ്രോൺ. ഇതൊരു ലോയിറ്ററിംഗ് മ്യൂണിഷൻ ഡ്രോണാണ്. ഇതിനെ സാധാരണ കമിക്കാസെ ഡ്രോൺ എന്നും വിളിക്കുന്നു. ഈ ഡ്രോണുകൾക്ക് ലക്ഷ്യത്തിന് മുകളിലൂടെ പറന്ന് സെൽഫ് ഡിസ്ട്രക്ട് അറ്റാക്ക് നടത്താൻ സാധിക്കും. ഇതൊരു ലോങ് എൻഡ്യൂറൻസ് ഫ്ലൈറ്റ് ആണ്. കൂടാതെ ഇതൊരു ലോ കോസ്റ്റ് ഡ്രോൺ വാർഫെയർ ആണ്. അതായത് ചെറിയ ചെലവിൽ യുദ്ധം നടത്താൻ കെൽപ്പുള്ളവ എന്ന് സാരം. കൂടാതെ സ്വാം അറ്റാക്ക് നടത്താനും ഇതിനെ കൊണ്ട് സാധിക്കും. ചുരുക്കത്തിൽ പറഞ്ഞാൽ ലക്ഷ്യത്തിൽ പോയി സ്വയം ഇടിച്ചു പൊട്ടുന്ന സൂയിസൈഡ് അറ്റാക്ക് ഡ്രോണാണ് ഷാഹിദ് 136. അടുത്തതാണ് മൊഹാജർ ഡ്രോൺസ്. ഇത് ഇറാൻ നിർമ്മിച്ച UAV, അതായത് അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ കുടുംബത്തിൽ നിന്നുള്ള ഡ്രോണാണ്. ഇത് സർവൈലൻസിനും റിക്കണൈസൻസ് മിഷൻസിനുമാണ് ഉപയോഗിക്കുന്നത്. ഇതിലെ ചില മോഡലുകൾക്ക് ഗൈഡഡ് മിസൈൽസ് ഉപയോഗിക്കാൻ സാധിക്കും. ദൂരെയുള്ള പ്രദേശങ്ങൾ നിരീക്ഷിക്കാൻ വേണ്ടി കൂടിയാണ് ഇവ ഉപയോഗിക്കുന്നത്. മിലിറ്ററി ഇൻ്റലിജൻസ് മിഷനാണ് ഇത് പ്രധാനമായി ഉപയോഗിക്കുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ നിരീക്ഷണത്തിനും ആക്രമണത്തിനും ഉപയോഗിക്കുന്ന മിലിറ്ററി ഡ്രോൺ സിസ്റ്റമാണ് മൊഹാജർ ഡ്രോൺസ്. ഇനി ഇസ്രായേലിൻ്റെ ഡ്രോൺ സാങ്കേതിക വിദ്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൽ ആദ്യത്തേതാണ് ഹെറോൺ ഡ്രോൺ. ഇത് ഇസ്രായേൽ നിർമ്മിച്ച ഒരു ലോങ് റേഞ്ച് സർവൈലൻസ് ഡ്രോണാണ്. ഇവയ്ക്ക് ഏകദേശം 30 മണിക്കൂർ ഫ്ലൈറ്റിംഗ് ടൈമാണുള്ളത്. ഇവ ഇൻ്റലിജൻസിനും അതുപോലെ തന്നെ റിക്കണൈസൻസ് മിഷൻസിനുമാണ് ഉപയോഗിക്കുന്നത്. കൂടാതെ ഇവയ്ക്ക് അഡ്വാൻസ്ഡ് സെൻസേഴ്സ് ഉണ്ട്. ലോങ് ഡിസ്റ്റൻസ് മോണിറ്ററിങ്ങിന് വേണ്ടി ഇവ ഉപയോഗിക്കുന്നു. ചുരുക്കത്തിൽ ദൂരെയുള്ള പ്രദേശങ്ങൾ നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന സർവൈലൻസ് UAV ആണിത്. അടുത്തതാണ് ഹെർമീസ് 450 ഓർ ഹെർമീസ് 900. ഇത് ഇസ്രായേൽ നിർമ്മിച്ച ഒരു മൾട്ടി റോൾ UAV സിസ്റ്റമാണ്. ഇവ സർവൈലൻസിനും ഇൻ്റലിജൻസ് ഗ്യാതറിങ്ങിനുമാണ് ഉപയോഗിക്കുന്നത്. ചില മോഡലുകൾക്ക് ആർമേഡ് കാപ്പബിലിറ്റി വരെ ഉണ്ട്. ഇവ ലോങ് എൻഡ്യൂറൻസ് മിഷൻസിനാണ് ഉപയോഗിക്കുന്നത്. കൂടാതെ ബാറ്റിൽ ഫീൽഡ് മോണിറ്ററിങ്ങിനും. ചുരുക്കത്തിൽ നിരീക്ഷണത്തിനും ചിലപ്പോൾ ആക്രമണത്തിനും ഉപയോഗിക്കുന്ന മൾട്ടി റോൾ മിലിറ്ററി ഡ്രോൺസാണിവ. അടുത്തതാണ് ഹരോപ്പ്. ഇതൊരു ലോയിറ്ററിംഗ് മ്യൂണീഷൻ ഡ്രോണാണ്. ഇവ ടാർഗറ്റ് കണ്ടെത്തുന്നതുവരെ വായുവിൽ ചുറ്റിപ്പറക്കും. പിന്നീട് അത് സെൽഫ് ഡിസ്ട്രക്ട് അറ്റാക്ക് നടത്തുകയും അവയെ തകർക്കുകയും ചെയ്യും. കൂടാതെ റഡാർ സിസ്റ്റം തകർക്കാൻ വേണ്ടിയും ഇവ ഉപയോഗിക്കും. ഇവയ്ക്ക് ഹൈ പ്രിസിഷൻ സ്ട്രൈക്കാണുള്ളത്. ചുരുക്കത്തിൽ ലക്ഷ്യം കണ്ടെത്തി അതിൽ ഇടിച്ചു പൊട്ടുന്ന കമീക്കാസെ അറ്റാക്ക് ഡ്രോണാണിത്. ഇനി അമേരിക്കയുടെ ഡ്രോൺ സാങ്കേതിക വിദ്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൽ ആദ്യത്തേതാണ് MQ-9 റീപ്പർ. ഇത് അമേരിക്കയുടെ പ്രധാനപ്പെട്ട കോമ്പാറ്റ് ഡ്രോണാണ്. ഇവ സർവൈലൻസിനും അറ്റാക്ക് മിഷൻസിനുമാണ് ഉപയോഗിക്കുന്നത്. കൂടാതെ ഇവയിൽ ഹെൽഫയർ മിസൈൽസും അതുപോലെ തന്നെ ഗൈഡഡ് ബോംബ്സും ഉപയോഗിക്കും. ഏകദേശം 1800 കിലോമീറ്റർ ഓപ്പറേഷണൽ റേഞ്ചാണ് ഇവയ്ക്കുള്ളത്. കൂടാതെ 24 മണിക്കൂറിലധികം പറന്നു നടക്കാനുള്ള ശേഷിയും ഇവയ്ക്കുണ്ട്. ചുരുക്കത്തിൽ നിരീക്ഷണത്തിനും കൃത്യമായ ആക്രമണത്തിനും ഉപയോഗിക്കുന്ന ശക്തമായ ആർമേഡ് ഡ്രോണാണിത്. അടുത്തതാണ് RQ-4 ഗ്ലോബൽ ഹോക്ക്. ഇതൊരു ഹൈ ആൾട്ടിറ്റ്യൂഡ് സർവൈലൻസ് ഡ്രോണാണ്. ഏകദേശം 18 കിലോമീറ്റർ ഉയരത്തിൽ ഇവ പറക്കും. 30 മണിക്കൂറിലധികം ഫ്ലൈറ്റിംഗ് ടൈം ഉള്ളവയാണ് ഇവ. കൂടാതെ ഇവയുപയോഗിച്ച് വലിയ പ്രദേശങ്ങളിൽ ഇൻ്റലിജൻസ് സർവൈലൻസും ചെയ്യാം. ഇവയ്ക്ക് അഡ്വാൻസ്ഡ് റഡാർ ആൻഡ് സെൻസേഴ്സ് ആണുള്ളത്. ചുരുക്കത്തിൽ വലിയ പ്രദേശങ്ങൾ നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ലോങ് എൻഡ്യൂറൻസ് റെക്കണൈസൻസ് ഡ്രോണാണിവ. അടുത്തതാണ് MQ-1C ഗ്രേ ഈഗിൾ. ഇത് അമേരിക്കൻ കരസേന ഉപയോഗിക്കുന്ന ആർമേഡ് റെക്കണൈസൻസ് ഡ്രോണാണ്. ഇവ പ്രധാനമായും ബാറ്റിൽ ഫീൽഡ് സർവൈലൻസിനാണ് ഉപയോഗിക്കുന്നത്. കൂടാതെ ഹെൽഫയർ മിസൈൽസ് ഉപയോഗിച്ച് ആക്രമണം നടത്താൻ ഉപയോഗിക്കുന്നു. ഇവ ലോങ് എൻഡ്യൂറൻസ് മിഷൻസിനാണ് ഉപയോഗിക്കുന്നത്. കൂടാതെ ഇവ റിയൽ ടൈം ഇൻ്റലിജൻസ് ഡാറ്റ നൽകുന്നവയുമാണ്. ചുരുക്കത്തിൽ യുദ്ധഭൂമിയിലെ വിവരങ്ങൾ ശേഖരിക്കുകയും ആക്രമണം നടത്തുകയും ചെയ്യുന്ന ഡ്രോണാണിത്. ഇനി നമുക്ക് ഇറാൻ്റെ നാവികസേന കൂടെ ഒന്ന് നോക്കാം. അതിൽ വരുന്ന ഒന്നാണ് സ്മാൾ മിസൈൽ ബോട്ട്സ്. ഇത് ചെറിയ വേഗമേറിയ നേവൽ കോമ്പാറ്റ് വെസൽസ് ആണ്. ഇതൊരു ആൻറ്റിഷിപ്പ് മിസൈൽസ് ആണ്. കൂടാതെ കോസ്റ്റൽ ഡിഫൻസ് മിഷൻസിനും ഇത് ഉപയോഗിക്കുന്നു. അതേപോലെ തന്നെ ചെറിയ വലുപ്പം കൊണ്ട് സ്റ്റെൽത്ത് അഡ്വാൻറ്റേജ് കൂടി ഉള്ളവയാണ് ഇവ. കൂടാതെ വേഗത്തിൽ ആക്രമിച്ച് മാറാൻ കഴിയുമെന്നതും ഒരു പ്രത്യേകതയാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ കടലിൽ ശത്രുക്കപ്പലുകളെ ആക്രമിക്കാൻ ഉപയോഗിക്കുന്ന സ്മാൾ മിസൈൽ അറ്റാക്ക് ബോട്ട്സാണിത്.
അടുത്തതാണ് ഫാസ്റ്റ് അറ്റാക്ക് ബോട്ട്സ്. ഇവ വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന ചെറിയ നേവൽ അസോൾട്ട് ബോട്ട്സ് ആണ്. ഹൈസ്പീഡ് എന്നത് തന്നെയാണ് ഇതിൻ്റെ പ്രധാന പ്രത്യേകത. കൂടാതെ റോക്കറ്റ്സ്, മെഷീൻ ഗൺസ്, മിസൈൽസ് തുടങ്ങിയവയെല്ലാം വഹിക്കാൻ ശേഷിയുണ്ട്. ഇവയെ സ്വാം അറ്റാക്ക് ടാക്ടിക്സ് ആയിട്ട് ഉപയോഗിക്കുന്നു. കൂടാതെ കോസ്റ്റൽ ഡിഫൻസിനും ഇവ ഉപയോഗിക്കുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ വേഗത്തിൽ ആക്രമിച്ചു മാറുന്ന നേവൽ സ്ട്രൈക്ക് ബോട്ട്സ് ആണിവ. അടുത്തതാണ് പേർഷ്യൻ ഗൾഫ് അസിമെട്രിക് വാർഫെയർ. അസിമെട്രിക് വാർഫെയർ എന്നത് വലിയ ശക്തിയുള്ള സൈന്യങ്ങളെ വ്യത്യസ്ത തന്ത്രങ്ങൾ ഉപയോഗിച്ച് നേരിടുന്ന യുദ്ധരീതിയാണ്. ഇവ ഇറാന്റെ സ്വാം ടാക്ടിക്സ് ഉപയോഗിച്ച് ഫാസ്റ്റ് അറ്റാക്കുകൾ നടത്തുന്ന ബോട്ട്സുകളാണ്. കൂടാതെ ഇതിൽ കോസ്റ്റൽ ആന്റിഷിപ്പ് മിസൈൽസുകളുമുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ വലിയ നേവികളെ നേരിടാൻ ചെറിയ പക്ഷേ വേഗമേറിയ തന്ത്രങ്ങൾ ഉപയോഗിക്കുന്ന കടൽ യുദ്ധരീതിയാണിത്. അതായത് വലിയ ഷിപ്പുകളെ വളരെ വേഗതയേറിയ ചെറിയ ഷിപ്പുകൾ ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യുക. കൂടാതെ ഡ്രോണുകളും ചെറിയ മിസൈൽ ബോട്ടുകൾ ഉപയോഗിച്ചുള്ള ആക്രമണം. ചുരുക്കത്തിൽ പറഞ്ഞാൽ വലിയ നേവികളെ നേരിടാൻ ചെറിയ പക്ഷേ വേഗമേറിയ തന്ത്രങ്ങൾ ഉപയോഗിക്കുന്ന കടൽ യുദ്ധരീതിയാണിത്. ഇനി ഇസ്രായേലിൻ്റെ നേവൽ ഫോഴ്സിലോട്ട് വന്നു കഴിഞ്ഞാൽ അതിലൊന്നാമത്തേതാണ് ഡോൾഫിൻ ക്ലാസ് സബ്മറീൻസ്. ഇവ ഇസ്രായേലിൻ്റെ പ്രധാന സബ്മറൈൻ ഫ്ലീറ്റാണ്. ഇവയെ രഹസ്യമായ അണ്ടർ വാട്ടർ ഓപ്പറേഷൻസാണ് ഉപയോഗിക്കുന്നത്. കൂടാതെ ഇവയ്ക്ക് ടാർഗറ്റിനെ വളരെ ശക്തിയിൽ തകർക്കാൻ കഴിയും. ഇവയെ കൂടുതലായി ലോങ് റേഞ്ച് പെട്രോൾ മിഷൻസിനാണ് ഉപയോഗിക്കുന്നത്. ചുരുക്കത്തിൽ കടലിനടിയിൽ രഹസ്യമായി പ്രവർത്തിക്കുന്ന ശക്തമായ സബ്മറീനുകളാണിവ. അടുത്തതാണ് മിസൈൽ ബോട്ട്സ്. മിസൈൽ ബോട്ട്സ് ചെറുതാണെങ്കിലും ശക്തമായ നേവൽ കോമ്പാറ്റ് ഷിപ്സ് ആണ്. ഇവയ്ക്ക് ആന്റിഷിപ്പ് മിസൈൽസുകളുണ്ട്. കൂടാതെ ഹൈസ്പീഡ് നേവൽ ഓപ്പറേഷൻസിനാണ് ഇത് കൂടുതലായി ഉപയോഗിക്കുന്നത്. കൂടാതെ ഇവയ്ക്ക് അഡ്വാൻസ്ഡ് റഡാർ സിസ്റ്റം ഉണ്ട്. ചുരുക്കത്തിൽ കടലിൽ ശത്രു കപ്പലുകളെ ആക്രമിക്കാൻ ഉപയോഗിക്കുന്ന ഫാസ്റ്റ് നേവൽ അറ്റാക്ക് ഷിപ്സ് ആണിത്. ഇനി അമേരിക്കയുടെ നാവികസേനയിലേക്ക് വന്നു കഴിഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായ നേവിയാണ് അമേരിക്കയുടേത്. ഏകദേശം 11 എയർക്രാഫ്റ്റ് കാരിയേഴ്സും 70-ൽ കൂടുതൽ ന്യൂക്ലിയർ സബ്മറൈൻസും കൂടാതെ 300-ൽ കൂടുതൽ വാർഷിപ്പുകളും അമേരിക്കയുടെ പക്കലുണ്ട്. ഇവയിൽ പ്രധാനപ്പെട്ടവയൊന്ന് നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തേതാണ് എയർക്രാഫ്റ്റ് കാരിയേഴ്സ്. എയർക്രാഫ്റ്റ് കാരിയേഴ്സ് എന്നത് കടലിൽ സഞ്ചരിക്കുന്ന ഒരു മൊബൈൽ എയർബേസ് ആണ്. ഇതിൽ നിന്ന് ഫൈറ്റർ ജെറ്റുകൾ ടേക്ക് ഓഫ് ചെയ്യാനും ലാൻഡിംഗ് ചെയ്യാനും കഴിയും. ഇവയ്ക്ക് ഒരേ സമയം 60 മുതൽ 90 ഫൈറ്റർ ജെറ്റുകൾ വരെ വഹിക്കാൻ കഴിയും. കൂടാതെ കടലിന്റെ ഏത് ഭാഗത്തും എയർ സ്ട്രൈക്സ് നടത്താനും കഴിയും. അതുപോലെ തന്നെ വലിയ കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പ്, ഡിസ്ട്രോയേഴ്സ് ആൻഡ് സബ്മറൈൻസ് എന്നിവ സുരക്ഷ നൽകും. ഇവയിൽ പലതും ന്യൂക്ലിയർ പവേർഡ് ആയതിനാൽ ദീർഘകാലം ഇവയ്ക്ക് ഫ്യൂൽ ഇല്ലാതെ സഞ്ചരിക്കാൻ കഴിയും. ചുരുക്കത്തിൽ ലോകത്തിന്റെ ഏതു ഭാഗത്തും വ്യോമാക്രമണം നടത്താൻ കഴിയുന്ന കടൽ എയർബേസ് ആണിത്. അടുത്തതാണ് ന്യൂക്ലിയർ സബ്മറൈൻസ്. ന്യൂക്ലിയർ സബ്മറീൻ എന്നത് ആണവ ഊർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സബ്മറീനാണ്. ഇവ ന്യൂക്ലിയർ റിയാക്ടർ ഉപയോഗിക്കുന്നതിനാൽ മാസങ്ങളോളം ഇവയ്ക്ക് വെള്ളത്തിനടിയിൽ തുടരാൻ സാധിക്കും. കൂടാതെ ഇവ രഹസ്യമായി സഞ്ചരിക്കുന്നതിനാൽ ഇവയെ കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. കൂടാതെ ഇവയ്ക്ക് ബലിസ്റ്റിക് മിസൈലുകളും ടോർപിഡോസും ഉപയോഗിച്ച് ആക്രമണം നടത്താനും ശേഷിയുണ്ട്. ഇവ വളരെ ലോങ് റേഞ്ച് മിഷൻസിനാണ് ഉപയോഗിക്കുന്നത്. ചുരുക്കത്തിൽ കടലിനടിയിൽ മറഞ്ഞ് വലിയ ദൂരങ്ങളിൽ ആക്രമണം നടത്താൻ കഴിയുന്ന ശക്തമായ ആയുധ പ്ലാറ്റ്ഫോമാണ് ന്യൂക്ലിയർ സബ്മറൈൻസ്. അടുത്തതാണ് വാർഷിപ്സ്. വാർഷിപ്സ് എന്നത് യുദ്ധത്തിനായി രൂപകൽപ്പന ചെയ്ത സൈനിക കപ്പലുകളാണ്. മിസൈൽസ്, ഗൺസ്, ടോർപിഡോസ് തുടങ്ങിയ ആയുധങ്ങളെല്ലാം ഇവയിൽ ഉണ്ടാകും. കൂടാതെ ഇവയ്ക്ക് റഡാർ ആൻഡ് ഡിഫൻസ് സിസ്റ്റംസും ഉണ്ടാകും. ഇവ എയർക്രാഫ്റ്റ് കാരിയേഴ്സിനെ സംരക്ഷിക്കുന്ന എസ്കോർട്ട് ഷിപ്പുകളാണ്. കടലിൽ നേരിടുന്ന വ്യോമാക്രമണങ്ങളും കടലാക്രമണങ്ങളും സബ്മറൈൻ ത്രെറ്റ്സും എല്ലാം ഇതിന് നേരിടാൻ കഴിയും. ചുരുക്കത്തിൽ കടലിൽ യുദ്ധം നടത്താനും മറ്റു കപ്പലുകളെ സംരക്ഷിക്കാനും ഉപയോഗിക്കുന്ന സൈനിക കപ്പലുകളാണ് വാർഷിപ്സ്. ഇറാന്റെ പ്രധാനപ്പെട്ട ഡിഫൻസ് സിസ്റ്റത്തിൽ ഒന്നാണ് ബാവർ 373 എയർ ഡിഫൻസ് സിസ്റ്റം. ഇത് ഇറാൻ സ്വന്തമായി വികസിപ്പിച്ച ലോങ് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റമാണ്. ഏകദേശം 300 കിലോമീറ്റർ വരെ ലക്ഷ്യം കണ്ടെത്താൻ ഇവയ്ക്ക് കഴിയും. കൂടാതെ 200 കിലോമീറ്റർ വരെ ഇന്റർസെപ്റ്റർ റേഞ്ചും ഇവയ്ക്കുണ്ട്. ഫൈറ്റർ ജെറ്റുകളും ഡ്രോണുകളും ബലിസ്റ്റിക് മിസൈലുകളും ഇവയ്ക്ക് തടയാൻ കഴിയും. അഡ്വാൻസ്ഡ് റഡാർ ട്രാക്കിംഗ് സിസ്റ്റമാണ് ഇവയ്ക്കുള്ളത്. ചുരുക്കത്തിൽ ഇറാന്റെ ഏറ്റവും ശക്തമായ ലോങ് റേഞ്ച് മിസൈൽ ഡിഫൻസ് സിസ്റ്റമാണിത്. അടുത്തതാണ് ഖൊർദാദ് 15 സിസ്റ്റം. ഇതൊരു മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റമാണ്. ഏകദേശം 120 കിലോമീറ്റർ ഡിറ്റക്ഷൻ റേഞ്ചാണ് ഇവയ്ക്കുള്ളത്. ഇവയുപയോഗിച്ച് ഫൈറ്റർ ജെറ്റുകളും ഡ്രോണുകളും അതുപോലെ തന്നെ ക്രൂയിസ് മിസൈലുകളും ഇന്റർസെപ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇവയ്ക്കും മൊബൈൽ ലോഞ്ച് സിസ്റ്റംസ് ഉണ്ട്. സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് ട്രാക്ക് ചെയ്യാൻ കഴിയുമെന്ന് ഇറാൻ അവകാശപ്പെടുന്നുമുണ്ട്. ചുരുക്കത്തിൽ വിമാനങ്ങളും ഡ്രോണുകളും തടയാൻ ഉപയോഗിക്കുന്ന മീഡിയം റേഞ്ച് ഡിഫൻസ് സിസ്റ്റമാണിത്. അടുത്തതാണ് റാഡ് എയർ ഡിഫൻസ് സിസ്റ്റം. ഇത് ഇറാന്റെ മൊബൈൽ സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റമാണ്. ഇവയ്ക്ക് ഏകദേശം 50 മുതൽ 75 കിലോമീറ്റർ റേഞ്ചാണുള്ളത്. ഇവയുപയോഗിച്ച് എയർക്രാഫ്റ്റുകളും ഡ്രോൺസും ഇന്റർസെപ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇവയ്ക്ക് മൊബൈൽ റഡാറുകളും ലോഞ്ചർ വെഹിക്കിൾസും ഉണ്ട്. കൂടാതെ പെട്ടെന്ന് ഡിപ്ലോയ് ചെയ്യാനുള്ള കാപ്പബിലിറ്റിയും. ചുരുക്കത്തിൽ വേഗത്തിൽ സ്ഥലം മാറി പ്രവർത്തിക്കാൻ കഴിയുന്ന മൊബൈൽ എയർ ഡിഫൻസ് സിസ്റ്റമാണിത്. അടുത്തതാണ് തലാഷ് എയർ ഡിഫൻസ് സിസ്റ്റം. ഇത് ഇറാന്റെ ലോങ് റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റമാണ്. ഇതിൽ സയ്യദ് ഇന്റർസെപ്റ്റർ മിസൈൽസ് ഉപയോഗിക്കുന്നു. കൂടാതെ ഇവയ്ക്ക് ലോങ് റേഞ്ച് ടാർഗറ്റ് എൻഗേജ്മെൻറ്റുമുണ്ട്. എയർക്രാഫ്റ്റുകളും ഡ്രോണുകളും അതുപോലെ തന്നെ ക്രൂയിസ് മിസൈൽസും ഇവയുപയോഗിച്ച് ഇന്റർസെപ്റ്റ് ചെയ്യാൻ സാധിക്കും.
ഇവയ്ക്കൊരു ഇൻ്റർഗ്രേറ്റഡ് റഡാർ നെറ്റ്വർക്കുമുണ്ട്. ചുരുക്കത്തിൽ ദൂരെയുള്ള ലക്ഷ്യങ്ങളെ തടയാൻ ഉപയോഗിക്കുന്ന ലോങ് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റമാണിത്. ഇനി നമുക്ക് ഇസ്രായേലിൻ്റെ ഡിഫൻസ് സിസ്റ്റം ഒന്ന് നോക്കാം. ലോകത്തിലെ തന്നെ മികച്ച ഡിഫൻസ് സിസ്റ്റം ഉള്ളവരാണ് ഇസ്രായേൽ. ഇസ്രായേലിൻ്റേത് മൾട്ടി ലെയർ ഡിഫൻസ് സിസ്റ്റമാണ്. മൾട്ടി ലെയർ മിസൈൽ ഡിഫൻസ് സിസ്റ്റം എന്നത് പല തലങ്ങളിലുള്ള പ്രതിരോധ സിസ്റ്റങ്ങളാണ്. ഇവ കൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് വിവിധ തരത്തിലുള്ള മിസൈലുകൾ വ്യത്യസ്ത ഉയരങ്ങളിൽ തടയുക എന്നതാണ്. അതിലൊന്നാമത്തേതാണ് അയൺ ഡോം. അയൺ ഡോം എന്നത് ഷോർട്ട് റേഞ്ച് റോക്കറ്റ് ഡിഫൻസ് സിസ്റ്റമാണ്. അതായത് ഷോർട്ട് റേഞ്ച് റോക്കറ്റുകൾ ഇന്റർസെപ്റ്റ് ചെയ്യാൻ ഇതിന് സാധിക്കും. കൂടാതെ നഗരങ്ങളെ സംരക്ഷിക്കാൻ രൂപകൽപ്പന ചെയ്തതുകൂടിയാണിത്. ഓട്ടോമേറ്റഡ് റഡാർ ട്രാക്കിങ്ങും ഇവയുണ്ട്. ഹൈ ഇന്റർസെപ്ഷൻ സക്സസ് റേറ്റ് ആണ് ഇവയ്ക്കുള്ളത്. അടുത്തതാണ് ഡേവിഡ് സ്ലിംഗ്. ഇത് മീഡിയം റേഞ്ച് മിസൈൽസ് ഡിഫൻസ് സിസ്റ്റമാണ്. പ്രധാന പ്രത്യേകതകൾ എന്താണെന്ന് ചോദിച്ചാൽ ഇവ ക്രൂയിസ് മിസൈൽസ് ഇന്റർസെപ്റ്റ് ചെയ്യും. കൂടാതെ മീഡിയം റേഞ്ച് ബലിസ്റ്റിക് മിസൈലുകൾ തടയുകയും ചെയ്യും. കൂടാതെ ഇവ അഡ്വാൻസ്ഡ് റഡാർ ആൻഡ് ഇന്റർസെപ്റ്റർ മിസൈൽസ് ആണ്. അടുത്തതാണ് ആരോ 2 ആൻഡ് ആരോ 3. ഇവ രണ്ടും ലോങ് റേഞ്ച് ബലിസ്റ്റിക് മിസൈൽസ് ഡിഫൻസ് സിസ്റ്റമാണ്. ലോങ് റേഞ്ച് ബലിസ്റ്റിക് മിസൈലുകൾ ഇന്റർസെപ്റ്റ് ചെയ്യാനാണ് ഇവ ഉപയോഗിക്കുന്നത്. കൂടാതെ ഇവയിൽ ചിലത് സ്പേസിൽ തന്നെ ഇന്റർസെപ്ഷൻ നടത്തും. ഇതൊരു സ്ട്രാറ്റജിക് മിസൈൽ ഡിഫൻസ് ആണ്. ഇനി നമുക്ക് അമേരിക്കയുടെ മിസൈൽ ആൻഡ് ഡിഫൻസ് സിസ്റ്റം ഒന്ന് നോക്കാം. അതിൽ ആദ്യത്തേതാണ് പാട്രിയോട്ട് മിസൈൽ ഡിഫൻസ്. പാട്രിയോട്ട് മിസൈൽ സിസ്റ്റം ഒരു എയർ ഡിഫൻസ് സിസ്റ്റമാണ്. ശത്രുവിൻ്റെ ബലിസ്റ്റിക് മിസൈൽസ്, ക്രൂയിസ് മിസൈൽസ്, ഫൈറ്റർ ജെറ്റ്സ് എന്നിവയെ തകർക്കാൻ ഇവ ഉപയോഗിക്കുന്നു. ഇവയ്ക്ക് സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റമാണുള്ളത്. കൂടാതെ ഇവ ശത്രു മിസൈലുകളെ മിഡ് എയറിൽ തന്നെ ഇന്റർസെപ്റ്റ് ചെയ്ത് നശിപ്പിക്കും. ഇതിലെ അഡ്വാൻസ്ഡ് റഡാർ സിസ്റ്റമാണ് ലക്ഷ്യം കണ്ടെത്താൻ ഉപയോഗിക്കുന്നത്. USA, ജർമ്മനി, ജപ്പാൻ മുതലായ പല രാജ്യങ്ങളും ഇതിന്ന് ഉപയോഗിക്കുന്നു. ചുരുക്കത്തിൽ വിമാനങ്ങളും മിസൈലുകളും ആകാശത്ത് വെച്ച് തന്നെ തടയുന്ന പ്രതിരോധ സിസ്റ്റമാണിത്. അടുത്തതാണ് താഡ്, ടെർമിനൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയ ഡിഫൻസ്. ഇതൊരു ആന്റി ബലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് സിസ്റ്റമാണ്. പ്രത്യേകിച്ച് ലോങ് റേഞ്ച് ബലിസ്റ്റിക് മിസൈൽസ് തടയാൻ ഉപയോഗിക്കുന്നു. ഇവയ്ക്ക് ഹൈ ആൾട്ടിറ്റ്യൂഡ് ഇന്റർസെപ്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഭൂമിയുടെ അന്തരീക്ഷത്തിന് മുകളിൽ തന്നെ മിസൈലുകളെ തകർക്കാൻ കഴിയും. കൂടാതെ ഇവ ഹിറ്റ് ടു കിൽ ടെക്നോളജി ഉപയോഗിച്ച് മിസൈലുകളെ നേരിട്ടിടിച്ച് നശിപ്പിക്കുന്നു. കൂടാതെ ഇവയ്ക്ക് പവർഫുൾ റഡാർ സിസ്റ്റമാണുള്ളത്. ഇവയുപയോഗിച്ച് വലിയ പ്രദേശങ്ങൾ വരെ സംരക്ഷിക്കാൻ കഴിയും. ചുരുക്കത്തിൽ വലിയ ദൂരത്തിൽ നിന്ന് വരുന്ന ബലിസ്റ്റിക് മിസൈൽസ് ആക്രമണങ്ങൾ തടയാനുള്ള ശക്തമായ പ്രതിരോധ സംവിധാനമാണ് താഡ്. അടുത്തതാണ് ഏജിസ് കോമ്പാറ്റ് സിസ്റ്റം. ഇവ അമേരിക്കയുടെ നേവൽ മിസൈൽസ് ഡിഫൻസ് സിസ്റ്റമാണ്. പ്രധാനമായും ഡിസ്ട്രോയേഴ്സ്, ക്രൂയിസേഴ്സ് പോലുള്ള യുദ്ധക്കപ്പലുകളിൽ ഉപയോഗിക്കുന്നു. ഇവയിലെ അഡ്വാൻസ്ഡ് റഡാർ സിസ്റ്റം ലക്ഷ്യം കണ്ടെത്താൻ ഉപയോഗിക്കുന്നു. കൂടാതെ ഇവയിൽ മിസൈൽ ഡിഫൻസ് ആൻഡ് എയർ ഡിഫൻസ് രണ്ടും നടത്താൻ സാധിക്കും. കൂടാതെ SM-2, SM-3, SM-6 മിസൈൽസ് ഉപയോഗിച്ച് ആക്രമണം തടയും. ഒരേ സമയം പല ലക്ഷ്യങ്ങളും ട്രാക്ക് ചെയ്ത് ഇന്റർസെപ്റ്റ് ചെയ്യാൻ കഴിവുള്ളവയാണ് ഇവ. ചുരുക്കത്തിൽ കടലിൽ നിന്ന് വിമാനങ്ങളും മിസൈലുകളും തടയുന്ന അഡ്വാൻസ്ഡ് നേവൽ ഡിഫൻസ് സിസ്റ്റമാണിത്. അടുത്തതാണ് ആണവായുധം. ഇറാന് ഇതുവരെ ആണവായുധമുള്ളതായി ഔദ്യോഗികമായി പറഞ്ഞിട്ടില്ല. എന്നാൽ ഇറാനിൽ ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നുണ്ട് എന്ന ന്യൂസ് നമുക്ക് പലയിടങ്ങളിലും കാണാൻ സാധിക്കും. ഇസ്രായേൽ ഔദ്യോഗികമായി പറഞ്ഞിട്ടില്ലെങ്കിലും ഏകദേശം 80 മുതൽ 90 ന്യൂക്ലിയർ വെപ്പൺസ് വരെ അവരുടെ പക്കലുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അമേരിക്കയുടെ പക്കൽ ഏകദേശം 5200 ന്യൂക്ലിയർ വാർഹെഡ്സ് ഉണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ 3 രാജ്യങ്ങളുടെയും മൊത്തം സൈനിക ശക്തി ഒന്ന് റാങ്കിങ് ചെയ്താൽ അമേരിക്ക ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യമാണെന്നത് നിഷ്പ്രയാസം പറയാൻ സാധിക്കും. എല്ലാ മേഖലകളിലും അവർ ശക്തമായി തന്നെ തുടരുന്നു. എന്നാൽ ഇസ്രായേൽ ആകട്ടെ തൊട്ടു പിന്നിലുണ്ട്. അതൊരു ചെറിയ രാജ്യമാണെങ്കിലും അഡ്വാൻസ്ഡ് ടെക്കാണ് അവരുടെ പക്കലുള്ളത്. കൂടാതെ ഇറാന് പ്രധാനമായും മിസൈൽ ശക്തിയാണുള്ളതെന്നും നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് ഞാൻ കൗതുകമുണർത്തുന്ന ഒരു കാര്യം കൂടെ പറയാം. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തെക്കാൾ വലുപ്പത്തിൽ ചെറുതാണ്. ഈ ഒരു ഇസ്രായേലിനാണ് ഇത്രയും വലിയ സൈനിക ശക്തിയുള്ളത്. എന്നിരുന്നാലും ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായ സൈന്യം അമേരിക്ക തന്നെയാണെന്നുള്ളതിൽ സംശയമില്ല.